സാറേ, എനിക്കൊരു സംശയം. എൻ്റെ ഒരു കസിൻ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 15 ലാക്കാണ്. അപ്പോൾ അത് എടുക്കാൻ പോയ സമയത്ത് അതിനൊരു GST, TCS, അതേപോലെ മറ്റു ടാക്സുകൾ കാര്യങ്ങളൊക്കെ കൂടി വലിയൊരു എമൗണ്ട് തന്നെ വരുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഈ TCS ഒക്കെ റീഫണ്ട് കിട്ടുമോ? എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ എന്നുള്ളത്? കാർ വാങ്ങുമ്പോഴുള്ള TCS നമുക്ക് തിരിച്ചു കിട്ടുമോ? പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഞാൻ കാർ വാങ്ങുന്ന സമയത്ത് ഒരു TCS പിടിക്കാറുണ്ട്. അതായത് ഒരുപാട് ടാക്സ് സിസ്റ്റങ്ങളുണ്ട്. GST ഉണ്ടാവും, റോഡ് ടാക്സ് ഉണ്ടാവും, TCS ഉണ്ടാവും. ഇതിൽ ഈ TCS തിരിച്ചു കിട്ടുമോ എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൊളീഗ് ചോദിച്ചൊരു ചോദ്യമാണ്. പുള്ളിയുടെ ബ്രദർ NRI ആണ്. പുള്ളി ഒരു കാർ വാങ്ങിക്കുകയാണ്. അപ്പം ഇൻകം ടാക്സ് അല്ലെങ്കിൽ TCS പിടിക്കുന്നുണ്ട്. ആ TCS തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇന്ന് തരാൻ പോകുന്നത്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ TDS എന്താണെന്ന് ചെയ്തിട്ടുണ്ട്. TDS പോലെ തന്നെ മറ്റൊരു ടാക്സ് സിസ്റ്റമാണ് TCS എന്ന് പറയുന്നത്. TDS എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ടാക്സ് കളക്റ്റഡ് ആയിട്ട് സോഴ്സ് ആണ്. അതായത് നമ്മൾക്ക് ആരെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് തരികയാണെങ്കിൽ അതിൽ ഒരു എമൗണ്ട് പിടിച്ചു വെച്ചിട്ടേ ബാക്കി എമൗണ്ടേ നമുക്ക് തരുള്ളൂ. അതാണ് TDS. TCS എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ മുകളിൽ കളക്ട് ചെയ്യുന്ന ഒരു സാധനം. അതായത് നമ്മൾ GST ഒക്കെ അടയ്ക്കാറില്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൈസ അങ്ങോട്ട് കൊടുക്കും. ആ പൈസയുടെ മുകളിൽ എന്ത് ചെയ്യും? എക്സ്ട്രാ ഒരു ടാക്സും കൂടി വരും. സാധാരണ GST ആണ് വരിക. ഇതിൻ്റെ മുകളിൽ TCS എന്ന് പറഞ്ഞാൽ മറ്റൊരു ടാക്സും കൂടിയുണ്ട്. അതായത് നമ്മുടെ ടാക്സ് ആണ് ശരിക്കും അത് അവർ നമ്മളെടുത്തത് കളക്ട് ചെയ്തിട്ട് അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ റീഫണ്ട് ആയിട്ട് ചിലപ്പോൾ കിട്ടും. അല്ല നമുക്ക് കൂടുതൽ ടാക്സ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സെക്ഷൻ 206 സബ്സെക്ഷൻ 1F എന്ന വകുപ്പിലാണ് TCSനെ പറ്റി പറയുന്നത്. ഈ കാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ വില മതിക്കുന്ന കാറാണെങ്കിൽ ഒരു 1% എക്സ്ട്രാ കളക്ട് ചെയ്യും. അതാണ് TCS എന്ന് പറയുന്നത്. അതായത് വിലയുടെ 1% എക്സ്ട്രാ വരുന്നതാണ് TCS എന്ന് പറയുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് 8/6/2016 ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം TCS ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് സാധാരണ TCS അപ്ലിക്കബിൾ ഒരു റീറ്റെയിൽ സെയിൽ നടക്കുന്ന സമയത്താണ്. അതായത് മെയിൻ കാർ മാനുഫാക്ചേഴ്സ് ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ TCS അപ്ലിക്കബിൾ അല്ല. അതായത് റീറ്റെയിൽ സെയിൽ കസ്റ്റമറോട് മാത്രമാണ് ഈ TCS അപ്ലിക്കബിൾ ആയിട്ട് വരുന്നതെന്ന് മാത്രം. രണ്ടാമത് നമ്മളിപ്പോൾ പ്രീമിയം കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഡിനറി കാർ ആയിക്കോട്ടെ, അതായത് ലക്ഷറി കാറുകളോ ഓർഡിനറി കാറുകളോ അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഇല്ല. ഏത് കാറും 10 ലക്ഷം രൂപയിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ 1% TCS കളക്ട് ചെയ്യണം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് TCS എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മൊത്തം എമൗണ്ടിൻ്റെ മുകളിലല്ല കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു കാറിൻ്റെ വില 20 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. 5 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ അഡ്വാൻസിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? 1%, അതായത് 5 ലക്ഷത്തിൻ്റെ 1% 5000 രൂപ ആദ്യം തന്നെ TCS ആയിട്ട് പിടിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. ബാക്കി എമൗണ്ട് 15 ലക്ഷം ഡെലിവറി ടൈമാണ് കൊടുക്കുന്നതെങ്കിൽ ആ 15 ലക്ഷത്തിൻ്റെ 1% 15000 രൂപ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് അവർ TCS ആയിട്ട് കളക്ട് ചെയ്യുന്നത്. അപ്പം ഏത് ടൈമാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ടൈം തന്നെ TCS കളക്ട് ചെയ്യുകയും ചെയ്യും. TDSനെ പോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെക്കുറിച്ച് ഇൻകം ടാക്സുകാർക്ക് എന്തൊക്കെ അറിയാമെന്ന്. അപ്പോൾ അതിൽ ഞാൻ AIS 26 എന്നീ 2 സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇങ്ങനെ TCS പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ 26 ASലോ AISലോ ഒക്കെ നോക്കിയാൽ ഈ എമൗണ്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാനുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയും കുറേ ഇൻകങ്ങളൊക്കെ ഉണ്ട്, ടാക്സ് ലാബിലിറ്റി വരികയാണെങ്കിൽ ഈ TCS കിഴിച്ച് ബാക്കി എമൗണ്ട് നിങ്ങൾ അടച്ചാൽ മതി. അല്ല, നേരത്തെ ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി തന്നെ പുള്ളിയുടെ ബ്രദർ NRI ആണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഇന്ത്യയിൽ ഇൻകം ഒന്നും ഇല്ല എങ്കിൽ വേറെ വരുമാനങ്ങളൊന്നുമില്ല, ആ കേസിൽ ടാക്സ് ലാബിലിറ്റിയും വരില്ല. അപ്പോൾ ആ എമൗണ്ട് TCS ആയി പിടിച്ച എൻ്റയർ എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ TCS എന്താണെന്നും കാർ വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി വിചാരിക്കുന്നു.